അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വളരെ വലിയ ഒരു ആഷിഖായിരുന്നു മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു. ആദ്യ കാലഘട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്തിക്കൊണ്ട് ഒരുപാട് പദ്യങ്ങളും പാട്ടുകളും എല്ലാം പാടിയിട്ടുണ്ടെങ്കിൽ അവസാനം മഹാനവറുകൾക്ക് പരിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം നൽകപ്പെട്ടതോടുകൂടെ മഹാനവർ മുത്തുനബി തങ്ങളുടെ മാദിഹാവുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പാട്ട് പാടിയതോടുകൂടെ അവിടെ സ്നേഹത്തോടുകൂടെ മുത്തുനബി തങ്ങൾ അവിടുത്തെ തോളിലുണ്ടായിരുന്ന ഷാൾ മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു അണിയിച്ചത് ചരിത്രങ്ങളിൽ കാണാം. ആ കഅബ് റളിയല്ലാഹു അൻഹു ഇതുപോലെ ഒരുപാട് മുത്തുനബി തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. മഹാനവറുകളുടെ അവസാന കാലഘട്ടം, വഫാത്ത് അടുക്കുന്ന സമയം, വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് വീട്ടിൽ റെസ്റ്റിലിരിക്കുന്ന സമയമാണ്, വിശ്രമത്തിലിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് യാത്ര സമയത്ത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ അദ്ദേഹം കുത്തിക്കുറിച്ചു, കുറേ എഴുതി ഉണ്ടാക്കി. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാലഘട്ടമാണ്. ആ സമയത്ത് രാത്രി സമയത്ത് ഇങ്ങനെ മുത്തുനബി തങ്ങളുടെ മദ്ഹുകൾ കുറേ എഴുതിയുണ്ടാക്കി. ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു അൻഹു അതിങ്ങനെ പാടി നോക്കി. വല്ലാത്ത ആനന്ദം മഹാനവറുകൾക്ക് ആ റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹുകൾ ഇങ്ങനെ എഴുതിയത് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നിപ്പോയി. മഹാനവറുകൾ ചിന്തിച്ചു, പടച്ചോനെ, ഇത് എൻ്റെ സുഹൃത്തുക്കളായ മുത്തുനബി തങ്ങളുടെ മറ്റുള്ള സ്വഹാബത്തിനൊക്കെ കേൾപ്പിച്ചു കൊടുക്കണം. നേരം വെളുത്ത് രാവിലെ തന്നെ അവരെ വിളിച്ചു വരുത്തി അവർക്ക് ഈ മദ്ഹുകൾ പാടി കേൾപ്പിക്കണം. മഹാനവറുകൾ തീരുമാനിച്ചു. ആ എഴുതിയ എഴുത്തുകളൊക്കെ എടുത്ത് ഒരു ഭാഗത്ത് വെച്ച് മഹാനവറുകൾ ഉറങ്ങാൻ വേണ്ടി കിടന്നു. പക്ഷേ മഹാനവറുകൾക്ക് ഉറക്കം വരുന്നില്ല. എങ്ങനെ ഉറക്കം വരാനാ? മുത്തുനബി തങ്ങളെ പറ്റി അദ്ദേഹം പാടിയ വരികൾ ഇങ്ങനെ കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നിപ്പോയി. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി സ്വഹാബത്തിനൊക്കെ ഒന്ന് വിളിച്ചാലോ, എന്നിട്ട് വിളിച്ച് ഇപ്പോൾ തന്നെ പാടി കേൾപ്പിച്ചു കൊടുത്താലോ, വല്ലാത്ത ആനന്ദം കൊണ്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. മഹാനവറുകൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ കൂരിരുട്ട്, നല്ല അർദ്ധരാത്രിയാണ്. സ്വഹാബത്തിൻ്റെ വീടുകളിലൊന്നും ഒരു വെളിച്ചവും കാണുന്നില്ല. ഒരു കുന്നിൻ്റെ മുകളിലാണ് ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു അൻഹു വീട്. അവിടെ നിന്ന് ഇങ്ങനെ നോക്കി സ്വഹാബത്തിൻ്റെ വീടുകളിലൊക്കെ വിളക്കുകൾ കെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ഉറക്കത്തിലാണ്. ഈ സമയത്ത് വിളിച്ച് കേൾപ്പിച്ചാൽ, വിളിച്ചു വരുത്തുമ്പോൾ ആ സ്വഹാബത്തിനൊക്കെ ബുദ്ധിമുട്ടാകുമോ എന്നോർത്തുകൊണ്ട് മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു തൽക്കാലം നേരം വെളുക്കട്ടെ എന്ന് വിചാരിച്ച് തീരുമാനിച്ചു. വീണ്ടും പോയി കിടന്നു. പക്ഷേ കഅബ് റളിയല്ലാഹു അൻഹു ഉറക്കം വരുന്നില്ല. മഹാനവറുകൾ വീണ്ടും ആ വരികളിങ്ങനെ വായിച്ചു നോക്കി. വല്ലാത്ത ആനന്ദം മഹാനവറുകൾക്ക് തോന്നി. പടച്ചോനെ, ഞാൻ നേരം വെളുത്തിട്ട് കേൾപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ കഅബ് മരണപ്പെട്ടു പോയാൽ ഇത് എൻ്റെ സുഹൃത്തുക്കൾ മുത്തുനബി തങ്ങളുടെ സ്വഹാബത്ത് ഇത് കേൾക്കാതെ പോകുമല്ലോ. അതുകൊണ്ട് അവരെ ഒന്ന് കേൾപ്പിക്കണം എന്ന് തന്നെ വിചാരിച്ചു. മഹാനവറുകൾ അർദ്ധരാത്രിയിൽ തൻ്റെ കുന്നിൻ്റെ മുകളിലുള്ള വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാ അസ്ഹാബ റസൂലില്ലാഹ് ഹലുമ്മു, ഓ സഹാബകളെ, മുത്തുനബി തങ്ങളുടെ സ്വഹാബത്തെ, നിങ്ങൾ ഓടി വരണേ. സ്വഹാബത്ത് ശബ്ദം കേട്ടതോടുകൂടെ ആ കുന്നിൻ മുകളിലേക്ക് ഓടിപ്പോയി. മുത്തുനബി തങ്ങളുടെ ആഷിഖാണ്, മാദിഹാണ്, തങ്ങൾ ഒരുപാട് മദ്ഹുകൾ പാടിയവരാണ്. അവർക്ക് വല്ലതും സംഭവിച്ചോ, വല്ല ബുദ്ധിമുട്ടും ഉണ്ടായോ എന്ന് വിചാരിച്ചുകൊണ്ട് സ്വഹാബത്ത് എല്ലാവരും കുന്നിൻ്റെ മുകളിലേക്ക് ഓടിച്ചെന്നു. എല്ലാവരും എത്തിയപ്പോൾ കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ സ്വഹാബത്തെ, നിങ്ങളെ വിളിച്ചു വരുത്തി ഒന്നുമല്ല, ഞാൻ ഹബീബായ മുത്തുനബി തങ്ങളെ കുറച്ച് മദ്ഹുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊന്ന് കേൾപ്പിച്ച് തരാനാണ്, നിങ്ങൾക്കൊക്കെ കേൾപ്പിച്ച് തരാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാണ്. ആവേശത്തോടുകൂടെ മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു ആ വരികൾ ഇങ്ങനെ പാടാൻ തുടങ്ങി. സ്വഹാബത്ത് എല്ലാവരും വളരെ ആവേശത്തോടുകൂടെ ഇരുന്ന് കേൾക്കുകയാണ്. എല്ലാവരും ആവേശത്തോടുകൂടെ കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ വരികൾ ഇങ്ങനെ കേൾക്കുമ്പോൾ കൂട്ടത്തിലൊരു മുനാഫിഖ് ഉണ്ടായിരുന്നു, ഒരു വഹാബി ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, തബ്ബല്ലക് അലിഹാദാ ജമാഅതന. അന്നൊരിക്കൽ അബൂലഹബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞ അതേ വാക്ക് ആവർത്തിക്കുകയാണ് കഅബ് റളിയല്ലാഹു അൻഹു മുഖത്ത് നോക്കിക്കൊണ്ട് ഈ മുനാഫിക്കായ വഹാബിയായ മനുഷ്യൻ. തബ്ബല്ലക് അലിഹാദാ ജമാഅതന. ഇവിടെ ഈ നട്ടപ്പാതിര സമയത്ത് കിടന്നുറങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ ഉറക്കെല്ലാം ശല്യം ചെയ്തുകൊണ്ട് വിളിച്ചു വരുത്തി ഇതിനാണോ എന്ന് ആ ഒരു മനുഷ്യൻ ചോദിച്ചതോടുകൂടെ ചരിത്രങ്ങൾ കാണാം. സ്വഹാബത്ത് എല്ലാവരും കൂടി വട്ടമിട്ടുകൊണ്ട് അയാളെ അടിച്ചു വീഴ്ത്തിയ സംഭവം ചരിത്രത്തിൽ കാണാം. കാരണം സ്വഹാബത്തെല്ലാം ആശിക്കീങ്ങളാണ്. അവർക്കൊക്കെ മുത്തുനബി തങ്ങളുടെ മദ്ഹുകൾ കേൾക്കുക, അതിലും വലിയ ആനന്ദം വേറെ ഇല്ല, അതിനേക്കാൾ വലിയ സന്തോഷം അവർക്കില്ല. അവരെല്ലാവരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ സന്തോഷം കേട്ടുകൊണ്ട് ആവേശത്തോടുകൂടെ ആ രാത്രിയുടെ കൂരി ഇരുട്ടിൽ ആ കുന്നിൽ നിന്ന് പടിയിറങ്ങുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ആ മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളോടുള്ള ഇഷ്ക്, ആ മുത്തുനബി തങ്ങളോടുള്ള അവിടുത്തെ മദ്ഹുകൾ ഉണ്ടാക്കുന്നതിലുള്ള ആവേശം, അത് കേൾക്കുന്നതിൽ സ്വഹാബത്തുള്ള ആവേശം,
ആ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ നല്ലവരുടെ കൂട്ടത്തിൽ കൊടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.